ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ഇന്നത്തെ ദിവസം പഠിപ്പിക്കുന്ന കണ്ടന്റുകൾ എന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് നേരത്തെ ലിങ്ക് അയച്ചപ്പോൾ അതിൽ പറഞ്ഞു തന്നിരുന്നു. നമ്മൾ ഇന്ന് ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താ എന്നുള്ളതും ഇൻഡെക്സ് എന്താ എന്നുള്ളതും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് എന്താ എന്നുള്ളതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം സ്റ്റോക്ക് മാർക്കറ്റ് എന്താ എന്ന് നോക്കാം. അതായത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം, അറിയുന്നവരുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്സ് മുതൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വോയിസ് കേൾക്കുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്താ എന്നുള്ളത് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പബ്ലിക്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ, അതായത് ലിസ്റ്റഡ് കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്ന പ്ലേസ്, ഈ ഒരു പ്ലേസിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എനിക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ വാങ്ങണം, ഞാൻ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ വാങ്ങി, ഞാൻ ഷെയർ വാങ്ങുന്നത് എവിടുന്നാണ്? ആ ഷെയർ ബൈയിങ് സെല്ലിങ് നടക്കുന്ന പ്ലേസ്, ആ ട്രാൻസാക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ വ്യാപാരം നടക്കുന്ന ഒരു പ്ലേസിനെയാണ് നമ്മൾ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഷെയർ മാർക്കറ്റിലുള്ള ഷെയറുകൾ, ഈ കമ്പനികളുടെ സ്റ്റോക്കുകൾ നമ്മൾ ബൈ ചെയ്യുന്നത് എവിടുന്നാണ്? നമുക്ക് ഈ ട്രാൻസാക്ഷൻ, നമ്മൾ ഈ ബൈയിങ് ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ബൈയിങ് ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാം. നമ്മുടെ ഷെയർ മാർക്കറ്റിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രൈമറി മാർക്കറ്റും പിന്നെ ഒന്ന് സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റ് എന്താന്ന് ഞാൻ പറഞ്ഞത്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, അല്ലെങ്കിൽ IPO മാർക്കറ്റ് എന്നും കൂടി വിശേഷിപ്പിക്കാം. അതായത് ഒരു കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ ഷെയറുകൾ പബ്ലിക്കിന് കൊടുത്തുകൊണ്ട് പുതുതായിട്ട്, അതായത് പബ്ലിക്കിന് കൊടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയാം. അതായത് നമുക്കിപ്പോ ഒരു കമ്പനിയുടെ ഷെയർ ആണ്, നമ്മൾ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ വാങ്ങുന്നു. ടാറ്റ മോട്ടോഴ്സ് ഓൾറെഡി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. അതുകൊണ്ട് നമുക്ക് ആ കമ്പനിയുടെ ഷെയർ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ബൈ ചെയ്യാൻ സാധിക്കും. പക്ഷെ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിൽ പോലും ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ മാർക്കറ്റിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് അതും ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ത്രൂ ആയിരിക്കും മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ലിസ്റ്റഡ് കമ്പനികളുടെ ഷെയറുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഷെയർ മാർക്കറ്റിൽ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രൈമറി മാർക്കറ്റും പിന്നെ ഒന്ന് സെക്കൻഡറി മാർക്കറ്റും. ഈ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താന്ന് പറഞ്ഞു, അത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, IPO മാർക്കറ്റ് എന്നാ പറയാ. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ ഷെയറുകൾ പബ്ലിക്കിന് കൊടുത്തുകൊണ്ട് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയാം. അപ്പൊ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ 1 വീക്ക് കൊണ്ടൊക്കെ ക്യാപിറ്റലിന്റെ 50-100% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും നമ്മളും ഇതുപോലെ IPO-കളിൽ പങ്കെടുത്താൽ. അത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത്. അതായത് ഒരു കമ്പനി ഇപ്പൊ അവരുടെ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. അവര് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ത്രൂ പബ്ലിക്കിന് നേരിട്ട് ഷെയറുകൾ കൊടുക്കും. പ്രൈവറ്റ് കമ്പനിയാണ്, അവരുടെ ഷെയറുകൾ പബ്ലിക്കിന് നേരിട്ട് കൊടുക്കും. ഇതൊരു 1 വീക്ക് പ്രൊസീജിയർ ആണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ മുമ്പത്തെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും നമ്മൾ നോക്കണ്ട. നമ്മുടെ മുമ്പിലേക്ക് ഷെയറിന്റെ കമ്പനി അവരുടെ ഷെയറുമായിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു കമ്പനിയുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ഒരു കമ്പനിയുടെ ഷെയറുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ നമുക്കൊരു 3 ഡേയ്സ് ഉണ്ടായിരിക്കും. ഒരു 3 ദിവസം ടൈം ഉണ്ടായിരിക്കും. ഈ 3 ദിവസത്തിനുള്ളിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഷെയറുകൾ കിട്ടുകയും ചെയ്യാം, കിട്ടാതിരിക്കുകയും ചെയ്യാം. രണ്ടിനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഷെയറുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള എമൗണ്ട് നമ്മുടെ ബാങ്കിലേക്ക് തന്നെ തിരിച്ചു കയറുന്നതായിരിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മുടെ എമൗണ്ട് ബ്ലോക്ക് ആക്കി വെക്കും. ആപ്ലിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ആ എമൗണ്ട് അൺബ്ലോക്ക് ആക്കുന്നതായിരിക്കും, നമ്മുടെ ബാങ്കിലേക്ക് തന്നെ തിരിച്ചു കയറുന്നതായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടിയാൽ, നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ത്രൂ വരുന്ന ഒരു കമ്പനിയുടെ ഷെയറിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന ദിവസം, അതായത് ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ആ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ചെയ്യുന്ന ദിവസം നമുക്ക് അത് വേണമെങ്കിൽ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ആ ഷെയറുകൾ ഹോൾഡ് ചെയ്ത് വെക്കാം. ഇനി അതല്ല, അന്ന് വേണമെങ്കിൽ സെല്ല് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തെ ടാറ്റ ടെക്നോളജി 170% ലിസ്റ്റിംഗ് ഡേയിൽ തന്നുള്ള പ്രോഫിറ്റ്. നമ്മളൊരു 14,000 രൂപ ഏകദേശം ആപ്ലിക്കേഷൻ കൊടുക്കാൻ 15,000 രൂപയാണ് എന്റെ എമൗണ്ട് വന്നിട്ടുള്ളത്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം 25,000-26,000 രൂപയായിരുന്നു പ്രോഫിറ്റ് വന്നത്. 1 വീക്ക് കൊണ്ട് തന്നെ 14,000 എന്നുള്ള ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് 26,000-27,000 പ്രോഫിറ്റ്. അതുപോലെ തന്നെ BLS സർവീസ് എന്ന കമ്പനിയും അതുപോലെ തന്നെ ഇതുപോലെ ഈ അടുത്ത് വന്നിട്ടുള്ള ഒരുപാട് കമ്പനികൾ 100-150% ലിസ്റ്റിംഗ് ഗെയിൻ തന്നിട്ടുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ
നമുക്ക് നമ്മുടെ ക്യാപിറ്റലില് 100-150% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഇനി കിട്ടിയിട്ടില്ലെങ്കിലോ നമ്മുടെ പൈസ എങ്ങോട്ടും പോകുന്നില്ല, തിരിച്ച് നമ്മുടെ ബാങ്കിലേക്ക് തന്നെയാണ് ക്രെഡിറ്റ് ആവും, നമ്മുടെ ബാങ്കിലേക്ക് തന്നെ പൈസ തിരിച്ചു കയറും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ത്രൂ ഒരു കമ്പനിയുടെ ഷെയർ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലായിരിക്കും. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി മാർക്കറ്റ് എന്താ ഞാൻ പറഞ്ഞു, ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ ഷെയറുകൾ പബ്ലിക്കിന് കൊടുത്തുകൊണ്ട് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറിനാണ് നമ്മൾ IPO അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും. പ്രൈമറി മാർക്കറ്റ് വഴി വരുന്ന ഒരു കമ്പനി അവരുടെ ഷെയറുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ആ ഷെയറുകൾ ട്രേഡ് ആവുന്നത്, വ്യാപാരം നടക്കുന്നത്, ബൈയിങ് സെല്ലിങ് നടക്കുന്നത് സെക്കൻഡറി മാർക്കറ്റിലായിരിക്കും, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലായിരിക്കും. അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നപ്പോ ഞാൻ പറഞ്ഞു, അതായത് നമ്മള് ഒരു പ്രൈമറി മാർക്കറ്റ് വഴി വരുന്ന കമ്പനികളുടെ ഷെയറുകൾ പിന്നീട് വ്യാപാരം നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലായിരിക്കും. അതായത് നമ്മൾ ഷെയറുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നത്, ഈ വ്യാപാരം നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ്. ഇപ്പൊ ഞാൻ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ വാങ്ങാൻ ഒരു ഓർഡർ കൊടുത്തു. ഈ ഓർഡർ ഞാൻ ഒന്നെങ്കിൽ NSE-യിലോ അല്ലെങ്കിൽ BSE-യിലോ, NSE എന്നാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലുള്ള മേജർ ആയിട്ടുള്ള രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് NSE-യും അതുപോലെ തന്നെ BSE-യും. അപ്പൊ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലായിരിക്കും, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നായിരിക്കും നമ്മൾ ഷെയറുകൾ ബൈ ചെയ്യാൻ വേണ്ടിട്ട് ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ വാങ്ങാൻ NSE-യിൽ ഒരു ഓർഡർ കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ NSE, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താ ചെയ്യുന്നത്, സെയിം ടൈമിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ സെല്ല് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്ത ഒരാളുണ്ടായിരിക്കും. ഞാൻ ബൈ ചെയ്യാനാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്, ഞാൻ വാങ്ങാൻ വേണ്ടിയാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. സെയിം ടൈമിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ സെല്ല് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്ത ഒരാളുണ്ടായിരിക്കും. അങ്ങനെ ആ സെല്ല് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്ത അയാളെയും ബൈ ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്ത എന്നെയും തമ്മിൽ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഈ ഒരു വ്യാപാരം നടത്തുന്നതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ചെയ്യുന്നത്. അതായത് എന്റെ ബൈയിങ്ങും നടക്കും, അതേ സമയത്ത് സെല്ല് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച ആളുടെ ആ സെല്ലിങ്ങും നടക്കും. ഈ ഒരു വ്യാപാരം നടത്തുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ഇതിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഒരു ഷെയർ വാങ്ങാൻ ഓർഡർ കൊടുക്കുന്നു, നമുക്ക് ആ ഷെയർ കിട്ടുന്നു. നമ്മൾ ഷെയർ സെല്ല് ചെയ്യാൻ ഓർഡർ കൊടുക്കുന്നു, ഷെയർ സെല്ലായി വരുന്നു. ഇതിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. അതായത് ഈ പബ്ലിക്കലി ലിസ്റ്റ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയറുകൾ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന, അല്ലെങ്കിൽ വ്യാപാരം നടക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ഒരു ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലായിരിക്കും നമ്മുടെ ട്രേഡിംഗ് നടക്കുന്നത്. അതായത് ലിസ്റ്റഡ് കമ്പനികളുടെ ട്രാൻസാക്ഷൻ നടക്കുന്നത്, ട്രേഡിംഗ് നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലായിരിക്കും. അങ്ങനെയുള്ള രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഈ BSE NSE എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. NSE എന്താ, BSE എന്താ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ BSE എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏകദേശം 130 വർഷത്തിന്റെ മുകളിലായി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നിട്ട്. ഏകദേശം 5000-ന് മുകളിൽ കമ്പനികളുടെ ഷെയറുകൾ നമുക്ക് BSE-യിൽ അവൈലബിൾ ആണ്. നമുക്ക് അത്രയും കമ്പനികളുടെ ഷെയർ BSE വഴി ബൈ ചെയ്യാൻ, സെല്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ NSE എന്ന് പറയുന്നത് ഏകദേശം 30 വർഷത്തിന്റെ അടുത്ത് ആയിട്ടുള്ളൂ നിലവിൽ വന്നിട്ട്. NSE-യിൽ ഏകദേശം 2000-ന്റെ അടുത്ത് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വ്യത്യാസം വരാൻ കാരണം എന്ന് പറയുമ്പോൾ BSE എന്ന് പറയുമ്പോൾ അത്രയും ഒരുപാട് വർഷം മുമ്പുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. NSE എന്ന് പറയുമ്പോൾ അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല, 10-30 വർഷത്തിന് മുകളിലേ ആയിട്ടുള്ളൂ. NSE ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് ഫോമിലുള്ള ട്രേഡിംഗ്, ഇലക്ട്രോണിക് രീതിയിലുള്ള ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അതിന് മുമ്പത്തെ കാലത്ത് നമുക്ക് ഷെയറുകൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് അങ്ങനല്ല, ഇന്ന് ഡീമെറ്റീരിയലൈസ്ഡ് രൂപത്തിലാണ്, ഇലക്ട്രോണിക് ഫോമിലാണ് നമുക്ക് ഷെയറുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ NSE-യും BSE-യും ആണ് ഇന്ത്യയിലുള്ള മേജർ ആയിട്ടുള്ള രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയറുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നമ്മൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നത് എങ്ങനെയുള്ള കമ്പനികളുടെ ഷെയർ ആയിരിക്കും, പബ്ലിക്കായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഷെയർ ആണ് നമ്മൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നത്. ഈ ഒരു പ്ലേസിനാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഈ പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇൻഡെക്സ് എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഡെക്സുകൾ എന്താണെന്ന് നോക്കാം. നമ്മൾ സെൻസെക്സും നിഫ്റ്റിയും എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നിഫ്റ്റി എന്താണെന്നും സെൻസെക്സ് എന്താണെന്നൊക്കെ നമ്മൾ ന്യൂസുകളിൽ കാണാറുണ്ട്, പത്രത്തിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നിഫ്റ്റി ഇത്ര പോയിന്റ് കൂടി അല്ലെങ്കിൽ സെൻസെക്സ് ഇത്ര പോയിന്റ് ഡൗൺ ആയി, നിഫ്റ്റി ഇന്ന്
ഇത്ര ഒരുപാട് പോയിന്റ് ഉയർന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ ഈ നിഫ്റ്റി എന്ന് പറയുന്നതും സെൻസെക്സ് എന്ന് പറയുന്നതും ഇത് രണ്ടും ഇൻഡെക്സുകളാണ്, സൂചികകളാണ്. അതായത് നിഫ്റ്റി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയാണ്. സെൻസെക്സ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയാണ്. നിഫ്റ്റി എന്ന് പറയുന്നത് NSEയിലുള്ള ടോപ്പ് 50 കമ്പനികളുടെ വാല്യൂ നോക്കിയിട്ടാണ് ഈ ഒരു നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ കാൽക്കുലേഷൻ ഒന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സെൻസസ് എന്ന് പറയുമ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ടോപ്പ് 30 കമ്പനികളുടെ വാല്യൂ നോക്കിയിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ് സെൻസസ്, അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റി, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് രണ്ടും സൂചികകളാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ സൂചികളാണ് ഈ NSEയും BSEയും. അതില് ഈ സൂചികകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ സൂചികൾ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? മാർക്കറ്റിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററുകൾ മാത്രമാണ് ഈ സൂചികകൾ. അതായത് നിഫ്റ്റി 40 പോയിന്റ് ഡൗൺ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇപ്പൊ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡൗണിലാണ് എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പക്ഷേ നിഫ്റ്റി ഇപ്പൊ 100 പോയിന്റ് ഡൗൺ ആയി എന്ന് വിചാരിക്കുക. അതിന്റെ മീനിങ് എന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇപ്പൊ നിലവിൽ ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു നിഫ്റ്റി ഡൗൺ ആണ് എന്ന് പറയുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പക്ഷേ നിഫ്റ്റി എന്നുള്ള ഇൻഡെക്സ് ഡൗൺ ആയതുകൊണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള എല്ലാ കമ്പനികളും ഡൗൺ ആവണമെന്നില്ല. ഇപ്പൊ നിഫ്റ്റി ഞാൻ പറഞ്ഞു, നിഫ്റ്റി 50 കമ്പനികളുടെ വാല്യൂ നോക്കിയിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ നിഫ്റ്റി ഡൗൺ ആയി എന്നുള്ള ഒരു കാരണം കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന 50 കമ്പനികളും ഡൗൺ ആവണം എന്നില്ല. അതുപോലെ തന്നെ നിഫ്റ്റി അപ്പായി, നിഫ്റ്റി മുകളിലേക്ക് പോയി, നിഫ്റ്റി 100 പോയിന്റ് ഉയർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഒരിക്കലും നിഫ്റ്റിയിലുള്ള അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള എല്ലാ കമ്പനികളും ഉയർന്നു എന്നല്ല. അതുപോലെ തന്നെ ഈ ഇൻഡെക്സിലുള്ള 50 കമ്പനികളും മുകളിലേക്ക് പോകണം എന്നില്ല. ഇത് ജസ്റ്റ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് മാത്രമാണ്. അതിപ്പോ ഇന്ന് എന്താണ് മാർക്കറ്റിന്റെ അവസ്ഥ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി 100 പോയിന്റ് ഡൗൺ ആണ് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇന്ന് മാർക്കറ്റ് ഡൗൺ ആണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ്, ഇന്ന് ബെയറിഷ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ മാർക്കറ്റിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സൂചികകൾ മാത്രമാണ് നിഫ്റ്റിയും സെൻസസും. സെൻസസ് എന്ന് പറയുമ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിക, നിഫ്റ്റി എന്ന് പറയുമ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിക. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് NSEയുടെ വെബ്സൈറ്റിൽ നിന്ന് നിഫ്റ്റി എന്താന്ന് കാണിച്ചു തരാം. ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ നിഫ്റ്റി എന്താന്നുള്ളത്. ഓക്കെ, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒരു അർജന്റ് കേസ് ഉണ്ട്, ഒറ്റ മിനിറ്റ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് കാണുന്നുണ്ടല്ലോ. ഈ കാണിക്കുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ ഈ കാണുന്ന വെബ്സൈറ്റ് ആണ് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വെബ്സൈറ്റ്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ നിഫ്റ്റി 50 എന്ന് കാണുന്നുണ്ടല്ലോ, നിഫ്റ്റി 50. അതുപോലെ തന്നെ തൊട്ട് താഴെ 22,270 എന്ന് കാണുന്നുണ്ട്. അതിന്റെ താഴെ -85.75 എന്ന് കാണുന്നുണ്ട്. ബ്രാക്കറ്റിൽ ഒരു പെർസെന്റേജും കാണുന്നുണ്ട്. അപ്പൊ ഈ കാണിക്കുന്ന 22,270 ആണ് നിഫ്റ്റിയുടെ കറന്റ് വാല്യൂ. നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിന്റെ വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ കൊടുക്കുന്ന -85.75 എന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഈ കാണിക്കുന്നത് നിഫ്റ്റി ഇന്ന് 85 പോയിന്റ് ഡൗൺ ആണ്. അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇപ്പൊ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിന്റെ ഈ ഒരു
ഇൻഡെക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതുകൊണ്ട് ഈ ഒരു ഇൻഡെക്സ് ഡൗൺ ആയതുകൊണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള എല്ലാ കമ്പനികളും ഡൗൺ ആവണമെന്നില്ല. ഇൻഡെക്സിലുള്ള 50 കമ്പനികൾ പോലും ഡൗൺ ആവണമെന്നില്ല. നമുക്ക് തൊട്ട് താഴെ നോക്കി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് അഡ്വാൻസസ് 9 കാണിക്കുന്നുണ്ട്, ഡിക്ലൈൻ നമുക്ക് 41 കാണിക്കുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താ? ഇന്ന് ആക്സിസ് ബാങ്ക്, ഈ നിഫ്റ്റി 50 ഒരു കമ്പനിയാണ് ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്ക് 2.34% എന്താണ് അപ്പാണ്. അതുപോലെ തന്നെ കൊട്ടക് ബാങ്ക് 2.26% അപ്പിലാണുള്ളത്. ICICI ബാങ്ക് അപ്പാണ്. അത് ബാങ്കുകളൊക്കെ ഇന്ന് അപ്പിലാണുള്ളത്. അതുപോലെ തന്നെ ഈ കാണിക്കുന്ന സ്റ്റോക്കുകളൊക്കെ ഡൗണിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിഫ്റ്റി 50 കമ്പനികളിൽ 41 കമ്പനികൾ ഇന്ന് ഡൗൺ ആയിട്ടുള്ളൂ. 9 കമ്പനികൾ ഇന്ന് എന്താണ്, ഇന്ന് അപ്പിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലാഭത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇൻഡെക്സ് ഡൗൺ ആയി എന്നതുകൊണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള എല്ലാ കമ്പനികളും ഡൗൺ ആണ് എന്നല്ല അതിന്റെ മീനിങ്. ഈ പറഞ്ഞത് മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് ഈ ഇൻഡെക്സ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? മാർക്കറ്റിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇൻഡെക്സുകൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇപ്പൊ ഒരാൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ്, നഷ്ടത്തിലാണ്, ഇന്ന് മാർക്കറ്റ് ഡൗൺ ആണ് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററുകളാണ് നിഫ്റ്റിയും അതുപോലെ തന്നെ സെൻസസും. ഈ ഇൻഡെക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പറഞ്ഞത് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പൊ ഈ ഇൻഡെക്സുകൾ എന്തിനാ യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? നിഫ്റ്റി എന്ന് പറഞ്ഞാലും സെൻസസ് എന്ന് പറഞ്ഞാലും, നിഫ്റ്റി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE ഇൻഡെക്സ് ആണ്. സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ BSE ഇൻഡെക്സ് ആണ്. അപ്പൊ ഈ ഇൻഡെക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മാർക്കറ്റിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ജസ്റ്റ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇത് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമ്മൾ ഈ നിഫ്റ്റിയിലും അതുപോലെ തന്നെ സെൻസസിലും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ് സെക്ഷൻ എത്തുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് ഇൻഡെക്സുകളാണ്, മാർക്കറ്റിന്റെ ഡയറക്ഷൻ അറിയാൻ യൂസ് ചെയ്യുന്ന ഇൻഡെക്സുകൾ മാത്രമാണ് ഈ നിഫ്റ്റിയും അതുപോലെ തന്നെ സെൻസസും. ഓക്കെ. ഇതാണ് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാണിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ബിൽഡിംഗ് ആണ് ഈ കാണിക്കുന്നത്. ഈ ഒരു ബിൽഡിംഗ് കാണാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഇങ്ങനെ ബിൽഡിങ്ങിലൂടെ, ഇങ്ങനെ സ്ക്രീനിലൂടെ ഇങ്ങനെ സ്റ്റോക്കിന്റെ പ്രൈസുകളൊക്കെ മൂവ് ചെയ്യുന്നത് നമ്മൾ ന്യൂസിൽ സ്ഥിരം കാണാറുള്ളതാണ്. ഇതാണ് BSE. അതുപോലെ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ NSEയുടെ ബിൽഡിംഗ്. ഓക്കെ. അപ്പൊ നമുക്കിനി മാർക്കറ്റ് ഇന്റർമീഡിയറീസ് എന്താന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റും ട്രേഡിങ്ങും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടനിലക്കാരുടെ ആവശ്യമുണ്ട്. അതായത് നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ഷെയറുകൾ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് NSEയിലോ BSEയിലോ പോയിട്ട് സ്റ്റോക്കുകൾ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് അങ്ങനെ സ്റ്റോക്കുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടനിലക്കാരുണ്ടായിരിക്കും. ഈ ഇടനിലക്കാരാണ്, അതിൽ ഒന്നാമത്തെ ഇടനിലക്കാരനാണ് സ്റ്റോക്ക് ബ്രോക്കർ. സ്റ്റോക്ക് ബ്രോക്കർ എന്ന് നിങ്ങൾ കേട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കർ ത്രൂ ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഒരു അക്കൗണ്ട് വഴി മാത്രമേ നമുക്ക് സ്റ്റോക്കുകൾ, അതായത് ലിസ്റ്റഡ് കമ്പനികളുടെ ഷെയറുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഏഞ്ചൽ ബ്രോക്കിങ്ങിന്റെ അക്കൗണ്ട്. ഏഞ്ചൽ ബ്രോക്കിംഗ് ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആണ്. ഇതുപോലെ ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കർമാരുണ്ട്. ഏഞ്ചൽ ബ്രോക്കിംഗ്, അപ് സ്റ്റോക്സ്, സെറോദ, ഗ്രോ, അതുപോലെ തന്നെ HDFC സ്കൈ, അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കർമാരുണ്ട്. ഈ സ്റ്റോക്ക് ബ്രോക്കർമാരെല്ലാം ചെയ്യുന്ന ഫെസിലിറ്റീസ് എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് എല്ലാ ബ്രോക്കർമാരുടെ പ്ലാറ്റ്ഫോം ത്രൂ നമ്മൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നത് NSEയിലോ BSEയിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഷെയറുകളായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇടനിലക്കാരനായ സ്റ്റോക്ക് ബ്രോക്കർ വഴി ഒരു അക്കൗണ്ട് എടുത്തുകൊണ്ട് ഈ അക്കൗണ്ട് വഴി മാത്രമേ നമുക്ക് ഷെയറുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഒരു അക്കൗണ്ട് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്ക് ബ്രോക്കർ ആണ് നമ്മൾ എടുത്തിട്ടുള്ള ഏഞ്ചൽ വണ്ണോ അല്ലെങ്കിൽ HDFC സ്കൈയോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ബ്രോക്കർ, ആ ഒരു ബ്രോക്കറിന്റെ അണ്ടറിൽ നമ്മുടെ അടുത്തുള്ള ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് വഴി മാത്രമേ നമുക്ക് ഷെയറുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ. അപ്പൊ അതാണ് സ്റ്റോക്ക് ബ്രോക്കർ. സ്റ്റോക്ക് ബ്രോക്കർ എന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് വരുന്ന ഒരു ഇടനിലക്കാരനാണ് ഡെപ്പോസിറ്ററി. നമുക്ക് പല രീതിയിലുള്ള സംശയങ്ങൾ തോന്നാം. ഇപ്പൊ ഇനി ഇൻ കേസ് ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കർ പൂട്ടിപ്പോയാൽ എന്താ സംഭവിക്കുക, നമ്മുടെ പൈസ നഷ്ടപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ സ്റ്റോക്ക് ബ്രോക്കർ അങ്ങനെ പൂട്ടി പോകുന്നില്ല. ഇനി ഇൻ കേസ് അങ്ങനെ സംഭവിച്ചാൽ പോലും, സംഭവിക്കില്ലെങ്കിലും സംഭവിച്ചാൽ എന്താണ്, നമ്മളോട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇപ്പോ ഒരു സ്റ്റോക്ക് ബ്രോക്കർ ത്രൂ ആണ് ഷെയർ വാങ്ങുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ ഏഞ്ചൽ വണ്ണ് വഴിയാണ് ഷെയറുകൾ വാങ്ങുന്നത്. പക്ഷെ നമ്മൾ ഈ വാങ്ങുന്ന ഷെയറുകൾ ഏഞ്ചൽ വണ്ണിന്റെ കയ്യിലായിരിക്കില്ല ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കർ ത്രൂ ആണ് ഷെയർ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രോക്കറിന്റെ കയ്യിലായിരിക്കില്ല നമ്മുടെ ഷെയറുകൾ ഉണ്ടായിരിക്കുക. ആ ഷെയറുകൾ നമ്മുടെ പേരിൽ ഒരു ഡെപ്പോസിറ്ററിയിൽ ഇലക്ട്രോണിക് ഫോമിലായിരിക്കും ആ ഷെയറുകൾ സൂക്ഷിച്ചു വെക്കുക. അതിനാണ് നമ്മൾ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. നമ്മുടെ ഷെയറുകൾ ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കുന്ന അക്കൗണ്ടുകളാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്.
നമുക്ക് രണ്ട് ഡെപ്പോസിറ്ററീസ് ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് CDSL-ഉം പിന്നെ ഒന്ന് NSDL-ഉം. ഈ രണ്ട് ഡെപ്പോസിറ്ററികളിലായിരിക്കും നമ്മുടെ ഷെയറുകൾ ഉണ്ടായിരിക്കുക. ഈ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷെയറുകൾ ഈ ഡെപ്പോസിറ്ററിയിൽ നിന്ന് വേറൊരു ബ്രോക്കറിന്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ വേറെ ഡിമാറ്റ് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഇടനിലക്കാരനാണ് ഡെപ്പോസിറ്ററി. പിന്നെ അതിന് പുറമെ വരുന്ന ഒരു ഇടനിലക്കാരനാണ് നമ്മുടെ ബാങ്കുകൾ. നമ്മുടെ ബാങ്കുകൾ നമ്മൾ ഫണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ആവശ്യമാണ്. ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷെയറുകൾ ബൈ ചെയ്യാൻ വേണ്ടി ഫണ്ട് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ച് ഫണ്ട് വിഡ്രോ അടിക്കണമെങ്കിലും ബാങ്കുകൾ നിർബന്ധമാണ്. ഈ പറഞ്ഞത് ക്ലിയർ ആണല്ലോ? ഡെപ്പോസിറ്ററീസ് ആരാണ് എന്താന്നൊക്കെ ക്ലിയർ ആയല്ലോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റോക്ക് ബ്രോക്കറിന്റെ അണ്ടറിൽ ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് വഴി മാത്രമേ നമുക്ക് ഷെയറുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് ഡിമാറ്റ് അക്കൗണ്ട് എന്താണ്? നമ്മുടെ ഷെയറുകൾ ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയാം. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയാം. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഏഞ്ചൽ ബ്രോക്കിങ്ങിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിന്റെ ആ ഒരു അക്കൗണ്ട്, ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമ്മൾ ഷെയറുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നത്. നമ്മുടെ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഈ എല്ലാ അക്കൗണ്ടും ഒരുമിച്ചാണ് ഓപ്പൺ ചെയ്യുന്നത്. രണ്ടും ഡിഫറെന്റ് ആയിട്ട് അല്ല ഓപ്പൺ ചെയ്യുന്നത്, എല്ലാം സെയിം തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഏഞ്ചൽ ബ്രോക്കിങ്ങിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് ബ്രോക്കർ ഏതാണോ ആ ഒരു സ്റ്റോക്ക് ബ്രോക്കറിന്റെ ആ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും നമ്മൾ ഷെയറുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നത്. നമ്മുടെ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ആ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് ബ്രോക്കർമാരുടെ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം. അപ്പൊ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി മാത്രമേ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ബ്രോക്കറിന്റെ വെബ്സൈറ്റ് വഴി അതായത് ആ ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് വഴി മാത്രമേ നമുക്ക് ഷെയറുകൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നമ്മൾ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തലും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ എല്ലാ കാര്യങ്ങളും നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഫീൽഡിലെ റെഗുലേറ്ററി അതോറിറ്റി, നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ റെഗുലേറ്ററി അതോറിറ്റി ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബി എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ റെഗുലേറ്ററി അതോറിറ്റി ആണ് സെബി എന്ന് പറയുന്നത്. അപ്പൊ സെബിയുടെ അണ്ടർ കൺട്രോളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. സെബി ഫുൾ ടൈം നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് സെബി പ്രവർത്തിക്കുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഫീൽഡിലുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും സെബി ആണ് ഇറക്കുന്നത്. സെബി ആണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ഷെയറുകൾ, കമ്പനികളുടെ ഷെയറുകൾ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു ബ്രോക്കറിന്റെ അണ്ടർ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഇപ്പൊ നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഏതെങ്കിലും ഷെയറുകൾ ബൈ ചെയ്യും. അപ്പൊ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഷെയർ സെർച്ച് ചെയ്യും. നമ്മൾ എക്സാമ്പിൾ നമ്മൾ ടാറ്റ മോട്ടോഴ്സിന് എടുക്കുക. ടാറ്റ മോട്ടോഴ്സ് നമ്മൾ എടുക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് ഷെയർ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് NSE വേണമെങ്കിലും അതുപോലെ തന്നെ BSE വേണമെങ്കിലും നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമുക്ക് NSE വേണമെങ്കിൽ NSE എടുക്കാം, BSE ബൈ ചെയ്യണമെങ്കിൽ BSE എടുക്കാം. അപ്പൊ നമ്മൾ BSE എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ ബൈ ഓർഡർ കൊടുക്കുമ്പോൾ ഈ ഓർഡർ നേരെ BSE പോകുന്നു. BSE എന്താ ചെയ്യുന്നത്? സെയിം ടൈമിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ സെല്ല് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്ത ആളെ കണ്ടെത്തുന്നു. അങ്ങനെ സെല്ല് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്ത ആളിൽ നിന്ന് ആ ഷെയർ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത ആളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ച ആളുടെ സെല്ലിങ് നടക്കുന്നു, ബൈ ചെയ്യാൻ ഉദ്ദേശിച്ച ആളുടെ ബൈയിങ് നടക്കുന്നു. അങ്ങനെ ഞാനിപ്പോ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ ബൈ ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തു. എനിക്ക് ഷെയറുകൾ കിട്ടി. ഞാൻ 10 ഷെയർ ആണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ഷെയറിന്റെ പ്രൈസ് 1000 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ 1000ന്റെ മുകളിലുണ്ട്, 1000 ആണെന്ന് വിചാരിക്കാം. ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ ഒക്കെ ഞാൻ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ 70 രൂപക്ക് വരെ താഴേക്ക് വന്നിരുന്നു. 70 രൂപന്റെ ആ ഒരു ഷെയർ ആണ് ഇപ്പോ 1020, 1030 എത്തി നിൽക്കുന്നത്. 10-14 ഇരട്ടിയാണ് ടാറ്റ മോട്ടോഴ്സ് ഷെയർ ഇപ്പൊ ട്രേഡ് ആവുന്നത്. ഓക്കെ, അപ്പം ഞാൻ 1000 രൂപക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ 10 ഷെയർ വാങ്ങി. ഒരു ഷെയറിന്റെ വില 1000 ആണ്. ഞാൻ മൊത്തം എത്ര ഷെയർ വാങ്ങിയിട്ടുണ്ട്? 10 ഷെയർ. അപ്പൊ 1000 ഇൻറ്റു 10, 10000 രൂപക്കാണ് ഞാൻ ഈ ഷെയറുകൾ ബൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 10000 രൂപക്ക് ഞാൻ ടാറ്റ മോട്ടോഴ്സിന്റെ 10 ഷെയറുകൾ വാങ്ങിയിട്ടുണ്ട്. ഒരു ഷെയറിന്റെ പ്രൈസ് 1000 ആണ്. ഈ ഷെയറിന്റെ പ്രൈസ് മാർക്കറ്റിൽ വരുന്ന ഡിമാൻഡുകൾക്ക് അനുസരിച്ച് ഷെയറിന്റെ പ്രൈസുകളിൽ മാറ്റം വരും. ഷെയറിന്റെ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യും. മാർക്കറ്റിൽ ഓരോ സെക്കൻഡിലും ഷെയറിന്റെ പ്രൈസിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ 1000ത്തിന് വാങ്ങിയിട്ടുള്ള ഷെയർ 1000ന്റെ മുകളിലേക്ക് പ്രൈസ് പോകുമ്പോൾ, ഇപ്പൊ ഒരു എക്സാമ്പിൾ 1010 ആയി എന്ന് വിചാരിക്കാം.
ഒരു ഷെയർ ഞാൻ എടുത്തുള്ളത് 1000, ഇപ്പൊ അതിന്റെ വാല്യൂ എത്രയാണ്? 1010. അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു ഷെയറിൽ എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട്? 10 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ വാങ്ങിയത് 1000, ഇപ്പൊ അതിന്റെ വാല്യൂ 1010, 10 രൂപ പ്രോഫിറ്റ് ഉണ്ട്. എന്റെ കയ്യിൽ മൊത്തം എത്ര ഷെയർ ഉണ്ട്? 10 ഷെയർ ഉണ്ട്. അപ്പൊ 10 × 10 100 രൂപ ഇപ്പൊ എന്റെ പ്രോഫിറ്റ് ആണ്. ആ 100 രൂപ പ്രോഫിറ്റ് കാണിക്കുന്ന സമയത്ത് ഞാനത് സെല്ല് ചെയ്താൽ, ഞാനത് വിറ്റാല് ആ 100 രൂപ പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്നതായിരിക്കും. ചാർജസും കാര്യങ്ങളും, ചെറിയ ചാർജസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഈ ചാർജസ് എല്ലാം കുറച്ചതിന് ശേഷമുള്ള ബാക്കി എമൗണ്ട് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. എപ്പോ ഞാൻ 1000-ന് വാങ്ങിയിട്ട് 1000-ന്റെ മുകളിൽ 1010-ന് വിറ്റു, ആ വിറ്റാൽ മാത്രമേ പ്രോഫിറ്റ് എനിക്ക് കിട്ടുള്ളൂ. വിറ്റിട്ടില്ലെങ്കിൽ ഇപ്പൊ 100 രൂപ പ്രോഫിറ്റിൽ ഇങ്ങനെ റൺ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അത് നമ്മൾ വിറ്റാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ 1000 രൂപക്ക് ടാറ്റ മോട്ടോഴ്സിന് ഷെയർ വാങ്ങി, 10 എണ്ണം വാങ്ങി, മൊത്തം 10,000 രൂപക്ക് നമ്മൾ 10 ഷെയർ വാങ്ങി. അതിന്റെ വാല്യൂ കുറഞ്ഞ് 950 ആയി എന്ന് വിചാരിക്കാം. നമുക്ക് ഒരു ഷെയറിൽ നിന്ന് 50 രൂപയാണ് അപ്പൊ നഷ്ടം. അതായത് നമ്മൾ 1000-ന് വാങ്ങിയപ്പോൾ 950, ഒരു ഷെയറിൽ 50 രൂപ നഷ്ടം. മൊത്തം നമ്മൾ അതിൽ എത്ര ഷെയർ ഉണ്ട്? 10 ഷെയർ ഉണ്ട്. 10 × 50 500 രൂപ നമ്മുടെ എന്താണ്? ലോസ് ആണ്. പക്ഷെ ആ ലോസ് നമ്മളെ കയ്യിൽ നിന്ന് പോവോ? ഇല്ല. നമ്മളത് സെല്ല് ചെയ്താൽ, ആ ഒരു സമയത്ത് നമ്മളത് സെല്ല് ചെയ്താൽ, വിറ്റാൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു ലോസ് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടണമെങ്കിൽ നമ്മളത് സെല്ല് ചെയ്യണം. ഇനി നമുക്ക് സെല്ല് ചെയ്യാതെ അത് തിരിച്ച് കയറി വരുമ്പോഴേ നമ്മൾ സെല്ല് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഞാൻ 1000-ന് വാങ്ങി, അതിന്റെ വാല്യൂ കുറഞ്ഞ് 950, 900 വരെ വന്നു. എനിക്ക് 1000 രൂപ വരെ എന്റെ അക്കൗണ്ടിൽ ലോസ് കാണിക്കുന്നുണ്ട്. എന്റെ പോർട്ട്ഫോളിയോയിൽ എനിക്ക് 1000 രൂപ വരെ ലോസ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് സെല് ചെയ്യുന്നില്ല. ടാറ്റ മോട്ടോഴ്സ് നല്ല കമ്പനിയാണെന്ന് എനിക്കറിയാം. ഞാനത് ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അതിന്റെ പ്രൈസ് തിരിച്ചു വരുന്നു, 1000 കടന്ന് മുകളിലേക്ക് പോകുന്നു, 1000 കടന്ന് 1100 എത്തുന്നു. ആ സമയത്ത് ഞാൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ബൈ ചെയ്തത് 1000-നാണ്. അതിന്റെ പ്രൈസ് ഡൗൺ ആയിട്ട് താഴേക്ക് വന്നു, 900 വരെ വന്നു. പക്ഷെ എന്ത് ചെയ്തു? അത് തിരിച്ച് മുകളിലേക്ക് കയറി വന്നു. തിരിച്ച് മുകളിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ അവിടെ സെല്ല് അടിച്ചു. അത് 1000 വന്ന സമയത്ത് ഞാൻ വിറ്റില്ല. 900 വന്ന സമയത്ത് ഞാൻ വിറ്റില്ല. 1100 വന്ന സമയത്ത് ഞാൻ അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഷെയറിൽ നിന്ന് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട്? 100 രൂപ പ്രോഫിറ്റ് ഉണ്ട്. മൊത്തം എന്റെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്? 10 ഷെയർ ഉണ്ട്. 10 × 100 1000 രൂപ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ബൈ ചെയ്താൽ, നമ്മൾ സെല്ല് ചെയ്താലേ നമുക്ക് പ്രോഫിറ്റ് ആവുള്ളൂ. നമ്മൾ സെല്ല് ചെയ്താലേ നമുക്ക് ലോസ് വരുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്, ലോസിലാണ് റൺ ചെയ്യുന്നത് എന്ന് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നതായിരിക്കും. നമ്മൾ സെല്ല് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. സെല്ല് ചെയ്താൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് പോവുകയുള്ളൂ. പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഇൻവെസ്റ്റ്മെന്റും ട്രേഡിംഗും ഒക്കെ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ ബ്രോ, ചോദിച്ചോളൂ അൻസിൽ. ഓക്കെ, 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 ഓക്കെ. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കണം. അതായത് നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ അത്യാവശ്യം ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. നമ്മളിപ്പോ ഈ എഫ് ഡിയിൽ ഇട്ടാൽ പോലും നമുക്ക് 5, 6, 7% നമുക്ക് റിട്ടേൺ കിട്ടുന്നുള്ളൂ. എഫ് ഡിക്ക് അത്രയും റിട്ടേൺ ആകെ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ അതിനെല്ലാം ബീറ്റ് ചെയ്തുകൊണ്ട്, ഇൻഫ്ലേഷൻ എല്ലാം മറികടക്കുന്ന രീതിയിൽ നമുക്കൊരു റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റോ ഒക്കെ നടത്തിയാൽ മാത്രമേ നമുക്ക് ഇൻഫ്ലേഷനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒരു വെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഫ്ലേഷനെ എല്ലാം മറികടക്കുന്ന രീതിയിൽ നമുക്ക് ഒരു റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തേ മതിയാവുള്ളൂ. നമ്മൾ എഫ് ഡി ഇട്ടാൽ ഒരു എക്സാം ഉണ്ട്. നമുക്കിപ്പോ നമ്മുടെ രാജ്യത്തിൽ 5% നമ്മുടെ ഇൻഫ്ലേഷൻ, 5-6% നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് വിചാരിക്കാം. നമ്മൾ ഇന്നൊരു 100 രൂപ എഫ് ഡി ഇടുന്നു, അടുത്ത വർഷം 107 രൂപയാവുന്നെന്ന് വിചാരിക്കാം. നമ്മൾ ഇന്ന് 100 രൂപക്ക് വാങ്ങുന്ന സാധനം അടുത്ത വർഷം 105-നോ 106-നോ നമ്മൾ ബൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് എത്രയാണ്? നമ്മൾ എഫ് ഡി ഇട്ട എമൗണ്ടും അന്നത്തെ ഈ സെയിം എമൗണ്ടിന്റെ എല്ലാം വാല്യൂ ഒരുപോലെ തന്നെ ആയിരിക്കും. നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും അതിൽ കാണാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് അതിനെല്ലാം മറികടക്കുന്ന ഒരു രീതിയിൽ ഒരു വെൽത്ത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റോ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റോ പോലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ നിക്ഷേപം നടത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനെല്ലാം മറികടക്കുന്ന രീതിയിൽ പ്രോഫിറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും റിസ്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ഇത് കറക്റ്റ് പഠിച്ചെടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കുറച്ചുകൊണ്ട് പ്രോഫിറ്റബിൾ ആയി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ.
അപ്പൊ നമുക്ക് കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കേട്ടുകേൾവി ഉള്ള അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ടേംസുകൾ എന്താന്ന് നോക്കാം. ഇതൊക്കെ നമ്മൾ മുന്നോട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും, പക്ഷെ ഞാൻ ജസ്റ്റ് ബേസിക്സിന്റെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇക്വിറ്റി എന്ന് കാണുന്നത്, ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കമ്പനികളുടെ ഷെയറിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ടാറ്റ മോട്ടോഴ്സിന്റെ ബൈ ചെയ്യുന്ന എന്ത് ഷെയറാണ്? ഇക്വിറ്റി ഷെയർ ആണ്. HDFC ബാങ്കിന്റെ ഇക്വിറ്റി ഷെയർ ആണ് നമ്മൾ ബൈ ചെയ്യുന്നത്. ഈ കമ്പനികളുടെ ഷെയറിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. ബിഡ് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസിനെയാണ് നമ്മൾ ബിഡ് എന്ന് പറയുന്നത്. നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുക്കുന്ന പ്രൈസിനാണ് ബിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നേരെ ഓപ്പോസിറ്റ്, നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ സെല്ല് ചെയ്യാൻ വേണ്ടി ഓർഡർ ഇട്ടിരിക്കുന്ന പ്രൈസിനാണ് നമ്മൾ ആസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൊട്ട് താഴെ ബുൾ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബുൾ എന്ന് പറയുന്നത് ഈ ഒരു മാർക്കറ്റ് ഫീൽഡിൽ ബുൾ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഉയർച്ചയാണ് സൂചിപ്പിക്കുന്നത്. മാർക്കറ്റിന്റെ അപ്സൈഡ് മൂവ്മെന്റിനെയാണ് ബുൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മാർക്കറ്റിന്റെ അപ്സൈഡ് മൂവ്മെന്റ്, മാർക്കറ്റിന്റെ ഉയർച്ചയാണ് നമ്മൾ ബുൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് എന്താണ്? നേരെ ഓപ്പോസിറ്റ്, ബെയർ എന്ന് പറയുമ്പോൾ എന്താണ്? മാർക്കറ്റിന്റെ ഡൗൺ സൈഡ് മൂവ്മെന്റ്, മാർക്കറ്റിന്റെ താഴ്ചയാണ്, മാർക്കറ്റ് ഡൗൺ ആയി പോകുന്നതിനാണ് നമ്മൾ ബെയർ മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് എന്ത് മാർക്കറ്റ് ആണ്? ഇന്ന് ബെയറിഷ് മാർക്കറ്റ് ആണ്. ബുള്ള് അല്ലെങ്കിൽ ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയാം. ഇന്നത്തെ മാർക്കറ്റ് ബെയർ മാർക്കറ്റ് ആണ് അല്ലെങ്കിൽ ബെയറിഷ് മാർക്കറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാർക്കറ്റ് ഇന്ന് ഡൗൺ ആണ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഇൻഡെക്സ് കാണിച്ചു തന്നിരുന്നു, 85 പോയിന്റ് നിഫ്റ്റി ഡൗൺ ആണ്. അപ്പൊ ഇന്ന് എന്താണ്? ഇന്ന് ബെയറിഷ് മാർക്കറ്റ് ആണ് അല്ലെങ്കിൽ ഇന്ന് ബെയർ മാർക്കറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. തൊട്ട് താഴെ മാർക്കറ്റ് ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനിയുടെ മൊത്തം മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസിനെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന എമൗണ്ട് ആണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിക്ക് ഇപ്പോൾ 1,00,000 ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് 10 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാവും? 1,00,000 ഇൻറ്റു 10 ലക്ഷം രൂപയായിരിക്കും ആ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഷെയർ പ്രൈസ് ആണ് മാർക്കറ്റ് ക്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനി ഏതാണെന്ന് പറയാൻ സാധിക്കുക? റിലയൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനി. അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് 20 ലക്ഷം കോടിയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്. മാർക്കറ്റ് ക്യാപ്പ് എന്താണെന്ന് മനസ്സിലായോ? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ അല്ലെ ആ കമ്പനിയുടെ മൊത്തം മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു ഷെയർ പ്രൈസ്. ഇതാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഫണ്ടമെന്റൽ സ്റ്റഡി നടത്തുമ്പോൾ മാർക്കറ്റ് ക്യാപ്പിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, തൊട്ട് താഴെ ബ്ലൂ ചിപ്പ് കമ്പനി എന്ന് പറയുന്നുണ്ട്. ബ്ലൂ ചിപ്പ് കമ്പനി എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനി, അതായത് 1,00,000 കോടിന്റെ മുകളിലൊക്കെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനികളെ നമുക്ക് ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് വിളിക്കാൻ പറ്റും. അതായത് 1,00,000 കോടിന്റെ മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരുപാട് കമ്പനികളുണ്ട്. റിലയൻസ് ഉണ്ട്, ടാറ്റ കൺസൾട്ടൻസി ഉണ്ട്, HCL ടെക് ഉണ്ട്, ICICI ബാങ്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് SBI ഉണ്ട്, അങ്ങനെ ഒരു LIC, അങ്ങനെ ഒരുപാട് കമ്പനികൾ ഉണ്ട്. നമുക്ക് ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഒരു കോടിന്റെ മുകളിൽ, 1,00,000 കോടിന്റെ മുകളിൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനികളെ നമുക്ക് ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് വിളിക്കാൻ സാധിക്കും. തൊട്ട് താഴെ ഡിവിഡന്റ് കൊടുത്തിട്ടുണ്ട്. ഡിവിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭവിഹിതം, അതായത് നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ ആ കമ്പനിയുടെ ഓണറാണ്. ഞാൻ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ഷെയർ വാങ്ങി, ഞാൻ ടാറ്റ മോട്ടോഴ്സിന്റെ ഓണറാണ്, ഞാൻ ആ കമ്പനിയുടെ ഓണറാണ്. ഒരു ഷെയർ വാങ്ങുമ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയുടെ ഓണർഷിപ്പിന്റെ ഒരു യൂണിറ്റിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഷെയർ വാങ്ങുന്നത് കമ്പനിയുടെ ഓണർഷിപ്പാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിയാല് നമുക്ക് എന്തിനുള്ള അർഹത ഉണ്ട്? ഡിവിഡന്റ്, ലാഭവിഹിതം കിട്ടാനുള്ള അർഹത ഉണ്ട്. എല്ലാ കമ്പനികളും ഡിവിഡന്റ് പ്രൊവൈഡ് ചെയ്യണമെന്നില്ല, എന്നിരുന്നാലും ഒരുപാട് കമ്പനികൾ ഡിവിഡന്റ് കൊടുക്കാറുണ്ട്. അതായത് ആ ഒരു കമ്പനിയുടെ ലാഭവിഹിതത്തിൽ നിന്ന് ഒരു വിഹിതം ഓരോ ഷെയർ ഹോൾഡേഴ്സിനും പെർ ഷെയറിന് ഇത്ര രൂപ എന്നുള്ള നിരക്കിൽ ഡിവിഡന്റുകൾ കൊടുക്കാറുണ്ട്. എനിക്കൊക്കെ ഒരുപാട് കമ്പനികൾ ഡിവിഡന്റ് കിട്ടാറുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഡിവിഡന്റുകൾ ക്രെഡിറ്റ് ആവുക. ഈ ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഷെയർ വാങ്ങി ഒരു ഷെയറിന് 10 രൂപയാണ് ഡിവിഡന്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 10 ഷെയർ ഉണ്ടെങ്കിൽ നമുക്ക് 100 രൂപ ഡിവിഡന്റ് ആയി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ കമ്പനിയുടെ ലാഭവിഹിതത്തിനാണ് നമ്മൾ ഡിവിഡന്റ്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ലാഭവിഹിതത്തിനാണ് നമ്മൾ ഡിവിഡന്റ് എന്ന് പറയുന്നത്. പിന്നെ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൂട്ടം ഇൻവെസ്റ്റ്മെന്റിനൊക്കെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുക. എന്റെ കയ്യിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു 10,000 രൂപക്ക് ഗോൾഡ് ഉണ്ട്, 1,00,000 രൂപക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, 10 ലക്ഷം രൂപക്ക് ഷെയർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനെല്ലാം കമ്പൈൻഡ് ആയിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റുകളെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത്. ഒരു കൂട്ടം ബണ്ടിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഷെയർസിനാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തൊട്ട് താഴെ വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ ട്രേഡഡ് ക്വാണ്ടിറ്റി. ഒരു കമ്പനിയുടെ
ഒരു കമ്പനിയുടെ ഷെയറിൽ എത്ര മൊത്തം ട്രേഡിംഗ് നടത്തുന്ന ഷെയറിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസത്തെ ടാറ്റ മോട്ടോഴ്സിന്റെ വോളിയം 5 ലക്ഷം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? കഴിഞ്ഞ ദിവസം ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറിന് മൊത്തം 5 ലക്ഷം ട്രേഡിംഗ് നടന്നിട്ടുണ്ട്. 5 ലക്ഷം ബൈയിങ്ങും സെല്ലിങ്ങും നടന്നിട്ടുണ്ട് എന്നാണ്. മൊത്തം ട്രേഡ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റിനെയാണ് 5 ലക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്രയും ട്രേഡിംഗ് ആ ഒരു കമ്പനിയുടെ ഷെയറിൽ നടന്നിട്ടുണ്ട്. അതാണ് നമ്മൾ വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ട്രേഡഡ് ക്വാണ്ടിറ്റി ആണ് വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് ബേസിക്സിന്റെ കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അൻസിൽ ബ്രോ, ഞാൻ നോക്കിയിട്ട് മറുപടി തരാം. ഞാൻ ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ റീപ്ലൈ തരാം. നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെല്ല് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി ഒന്നും സെല്ലായി പോകുന്നില്ല. നമ്മളിപ്പോ ആ ഒരു സ്റ്റോക്ക് എടുത്തു, ആ സ്റ്റോക്ക് താഴേക്ക് വന്നു, താഴേക്ക് വരുമ്പോൾ നമ്മൾ അത് ലോസ് ആയിരിക്കും കാണിക്കുക. പക്ഷെ ലോസിൽ നമ്മൾ സെല്ല് ചെയ്യണമെന്നില്ല. തിരിച്ച് നമ്മൾ ബൈ ചെയ്തതിന്റെ മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ സെല്ല് ചെയ്താൽ മതി. എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ 1000 രൂപക്ക് ഒരു ഷെയർ വാങ്ങി, ആ ഷെയറിന്റെ വാല്യൂ കുറഞ്ഞ് 500 ആയി എന്ന് വിചാരിക്കാം, 50% ഡൗൺ ആയി എന്ന് വിചാരിക്കാം. നമ്മൾ സെല്ല് ചെയ്താൽ മാത്രമേ ഈ 50% ലോസ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഇത്ര ഷെയർ എടുത്തിട്ടുണ്ട്, ഇപ്പൊ അതിന്റെ പ്രോഫിറ്റ് ഇത്രയാണ്, ലോസ് ഇത്രയാണെന്ന് കാണിക്കും. 50% ലോസിലാണ് റൺ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കും. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോകുന്നില്ല. അത് തിരിച്ച് കയറി വരുന്നവരെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് തിരിച്ച് കയറി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ നമ്മൾ പഠിപ്പിക്കും. എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് എടുക്കേണ്ടത് എന്താണെന്നൊക്കെ നമ്മൾ ഇട്ടിട്ട് പഠിപ്പിക്കും. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാം. തിരിച്ച് കയറി വരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഫണ്ടമെന്റൽ സ്റ്റഡി പ്രകാരം ആ ഒരു നല്ല കമ്പനിയാണ്, തിരിച്ച് കയറി വരുന്നതെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമ്മൾ ബൈ ചെയ്ത എമൗണ്ടിന്റെ മുകളിലേക്ക് പോകുമ്പോൾ മാത്രം സെല്ല് ചെയ്താൽ മതി. നമുക്കത് ലോസിൽ സെല്ല് ചെയ്യണമെന്നില്ല. ലോസിൽ സെല്ല് ചെയ്താൽ മാത്രമേ ആ നഷ്ടം നമ്മുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ. രഞ്ജിത്ത് ബ്രോ, നമ്മള് ഈ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയറുകൾ ബൈ ചെയ്യുന്നുണ്ടല്ലോ, അത് നമ്മൾ ഈ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ ബൈ ചെയ്യുന്നത്. നമ്മൾ ഈ ബൈ ചെയ്യുന്ന ഷെയറുകൾ തന്നെയാണ് ഇക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനികളുടെ ഷെയറിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു കമ്പനിയുടെ ഓണർഷിപ്പിന്റെ ഒരു യൂണിറ്റ് ആണ് ഷെയർ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഓണർഷിപ്പ് ആണ് ഇവിടെ ബൈ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ടാറ്റ മോട്ടോഴ്സിന്റെ ഇക്വിറ്റി ഷെയർ ബൈ ചെയ്ത് കഴിഞ്ഞാല് ടാറ്റ മോട്ടോഴ്സിന്റെ ഓണർഷിപ്പിന്റെ ഒരു യൂണിറ്റ് ആണ് ഞാൻ ബൈ ചെയ്യുന്നത് എന്നാണ് അതിന്റെ മീനിങ്. മനസ്സിലായോ രഞ്ജിത്ത് ബ്രോ? ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്താന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. ഇല്ല, നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിച്ചാൽ മതി. നമുക്ക് മുന്നോട്ട് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് എന്താന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഷെയർ മാർക്കറ്റും ഷെയറുകളെയും കുറിച്ചാണ്. മ്യൂച്വൽ ഫണ്ട് എന്താന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. കറക്റ്റ് ഞാൻ പറയുന്ന കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മളിവിടെ ബൈ ചെയ്യുന്ന എന്താണ്? ലിസ്റ്റഡ് കമ്പനികളുടെ ഷെയറുകളാണ് നമ്മൾ ഇവിടെ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ ബൈ ചെയ്യുന്നത് കമ്പനികളുടെ ഷെയറുകളല്ല. നേരെ മറിച്ച് നമ്മളിവിടെ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ, ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ അത് HDFC ബാങ്ക് ആവാം, ICICI ബാങ്ക് ആവാം, SBI ആവാം. അങ്ങനെ 44 അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ ഇന്ത്യയിലുണ്ട്. ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്കെല്ലാം ഒരു ഫണ്ട് മാനേജർ ഉണ്ടായിരിക്കും. ഫണ്ട് മാനേജർമാർ ഉണ്ടായിരിക്കും. ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്കെല്ലാം ഫണ്ടുകൾ മാനേജ്മെന്റ് ചെയ്യാനുള്ള ഫണ്ട് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഫണ്ട് മാനേജേഴ്സ് എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഒരു മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മളൊരു ഫണ്ട് പർച്ചേസ് ചെയ്യുന്നു. നമ്മളെ പോലെ ഒരുപാട് ആളുകൾ ഈ ഫണ്ടുകൾ പർച്ചേസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ പർച്ചേസ് ചെയ്തിട്ടുള്ള
ഈ കമ്പനികളുടെ അല്ലെങ്കിൽ ഈ AMCകളുടെ ഫണ്ട് മാനേജേഴ്സ് എന്താ ചെയ്യുന്നത്? ഡീറ്റെയിൽഡ് സ്റ്റഡി റിസർച്ച് നടത്തിക്കൊണ്ട് ഇവരിത് പല പല അസറ്റ് ക്ലാസ്സുകളിൽ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. ഇവരിത് ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഗോൾഡിലോ ബോണ്ടിലോ എങ്ങനെ വേണമെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഇതിപ്പോ ഷെയർ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. 100% ഫണ്ടും ഇവര് ഷെയർ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആ ഫണ്ടിന്റെ വാല്യൂ മാർക്കറ്റിൽ കൂടുമ്പോൾ അതിന് ആനുപാതികമായിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ, നമ്മൾ ബൈ ചെയ്ത മ്യൂച്വൽ ഫണ്ടിന്റെ വാല്യൂ കൂടും. ഇതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് എക്സാമ്പിൾ പറഞ്ഞു തരാം. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട്. ഈ ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക നല്ല IT കമ്പനികളിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണ് ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട്. അതുപോലെ തന്നെ HDFC ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ലാർജ് ക്യാപ് കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഫണ്ടാണ് HDFC ലാർജ് ക്യാപ് ഫണ്ട്. ലാർജ് ക്യാപ് എന്ന് പറയുന്നത്, മാർക്കറ്റ് ക്യാപ്പ് എന്താ ഞാൻ നേരത്തെ പറഞ്ഞു. മാർക്കറ്റ് ക്യാപ്പ് 20,000 കോടിക്ക് മുകളിലുള്ള കമ്പനികളെ നമുക്ക് ലാർജ് ക്യാപ്പ് കമ്പനീസ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് കമ്പനി എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ക്യാപ്പ് 5,000 കോടിക്കും 20,000 കോടിക്കും ഇടയിൽ വരുന്ന കമ്പനികളാണ് മിഡ് ക്യാപ്പ് കമ്പനീസ്. അതിന്റെ താഴെ 5,000 കോടിക്ക് താഴെ വരുന്ന കമ്പനികളെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? സ്മാൾ ക്യാപ്പ് കമ്പനികൾ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തില് ഓരോരോ സെക്ടറുകളിൽ, അല്ലെങ്കിൽ ഇപ്പോ ലാർജ് ക്യാപ് സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഫണ്ടോ സ്മോൾ ക്യാപ് സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഫണ്ടോ, അങ്ങനെ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു മ്യൂച്വൽ ഫണ്ട് ആണെന്ന് വിചാരിക്കാം. ഞാനിപ്പോ ഒരു മ്യൂച്വൽ ഫണ്ട് ആണ്, ഞാനൊരു ലാർജ് ക്യാപ് ഫണ്ട് ഇറക്കിയെന്ന് വിചാരിക്കാം. ഞാൻ ലാർജ് ക്യാപ് ഫണ്ട് ഇറക്കുമ്പോൾ ഇതുകൊണ്ട് ഞാൻ എന്താ മീൻ ചെയ്യുന്നത്? ഞാനാണ് ഫണ്ട് മാനേജർ. ഓക്കെ, ഞാനാണ് ഫണ്ട് മാനേജർ. ഞാനൊരു ലാർജ് ക്യാപ് ഫണ്ട് ഇറക്കുകയാണ്. ലാർജ് ക്യാപ് ഫണ്ട് ഇറക്കുമ്പോൾ അതിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഞാൻ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതിൽ 10,000 രൂപയാണ്. എക്സാമ്പിളാണ് ഈ പറയുന്നത്. 10,000 രൂപയാണ് അതിന് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിചാരിക്കുക. ടോട്ടൽ ഫണ്ടുകളുടെ വാല്യൂ 10,000 ആണ്. ഈ 10,000 രൂപേന്റെ ഒരു മ്യൂച്വൽ ഫണ്ട് ഞാൻ ഇറക്കി. 10,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിന്റെ പ്രൈസ് അല്ല, ടോട്ടൽ വാല്യൂ ആണ് 10,000. അങ്ങനെ 10,000 രൂപക്ക് ഞാൻ ഫണ്ട് ഇറക്കി. ഞാൻ ടോട്ടൽ 1000 യൂണിറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. 1000 യൂണിറ്റ്. നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഷെയർ എന്ന് പറയുന്നത് പോലെ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ യൂണിറ്റ് എന്നാണ് പറയാ. ഷെയറിന് പകരം നമ്മൾ ഇവിടെ യൂണിറ്റ് എന്നാണ് പറയാ. അപ്പൊ മൊത്തം എത്ര യൂണിറ്റ് ഉണ്ട്? 1000 യൂണിറ്റ് ഉണ്ട്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 10,000 രൂപ. അപ്പൊ 10,000 ഡിവൈഡഡ് ബൈ 1000, അതാണ് ഒരു യൂണിറ്റിന്റെ പ്രൈസ്. മൊത്തം 10,000 ആണ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ. ടോട്ടല് 1000 യൂണിറ്റുകൾ ഉണ്ട്. അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? 10,000 ഡിവൈഡഡ് ബൈ 1000. 10 രൂപയാണ് ഒരു യൂണിറ്റിന്റെ വാല്യൂ. ഈ കാൽക്കുലേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. 10,000 ആണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. എന്റെ കയ്യിൽ നിന്ന് പല ആളുകളും, ഞാനാണ് ഫണ്ട് മാനേജർ, അല്ലെങ്കിൽ ഞാനാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി. അപ്പൊ എന്റെ ഈ ഫണ്ട് ഒരുപാട് ആളുകൾ പർച്ചേസ് ചെയ്തു. ഒരുപാട് ആളുകൾ, ചില ആളുകൾ 100 ഫണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, ചില ആൾ 50 പർച്ചേസ് ഉണ്ടാവും. അങ്ങനെ പല പല ആളുകൾ മൊത്തം ഈ 10,000 രൂപയുടെ ഈ 1000 യൂണിറ്റുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 10,000 രൂപയാണ്. ടോട്ടൽ യൂണിറ്റ് എത്രയാണ്? 1000. അപ്പൊ 10,000 ഡിവൈഡഡ് ബൈ 1000. 10 രൂപയാണ് ഒരു യൂണിറ്റിന്റെ വാല്യൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ലാർജ് ക്യാപ് ഫണ്ട് ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എന്ന ഫണ്ട് മാനേജർ ഈ 10,000 രൂപ എന്താ ചെയ്യുന്നത്? ഞാൻ ഡീറ്റെയിൽഡ് റിസർച്ച് നടത്തിക്കൊണ്ട് ഈ 10,000 രൂപ ലാർജ് ക്യാപ് കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ഈ പറഞ്ഞത് ഇതുവരെ ഓക്കെ ആണല്ലോ അല്ലേ? 10,000 രൂപ ഞാൻ ലാർജ് ക്യാപ് കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ആ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ മാർക്കറ്റിൽ കൂടുകയും ചെയ്യാം, അതുപോലെ തന്നെ കുറയുകയും ചെയ്യാം. അങ്ങനെ മാർക്കറ്റിൽ ഇതിന്റെ വാല്യൂ കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ഇപ്പൊ മാർക്കറ്റിൽ ഒരു എക്സാം ഉണ്ട്. ഈ ഒരു ഫണ്ടുകളുടെ വാല്യൂ 10,000 എന്നുള്ള വാല്യൂ കൂടി 11,000 ആയി എന്ന് വിചാരിക്കാം. 10,000 എന്നുള്ള വാല്യൂ ഇപ്പൊ എത്രയാണ്? 11,000 ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ യൂണിറ്റുകൾ എത്രയാണ്? മൊത്തം എത്ര യൂണിറ്റ് ആണുള്ളത്? 1000 യൂണിറ്റ് അല്ലേ മൊത്തത്തിൽ നമുക്ക് ഉള്ളത്? ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്രയായിരുന്നു? 10 രൂപ. അന്നത്തെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരുന്നു? 10,000 രൂപ. ഇപ്പൊ ആ 10,000ന്റെ വാല്യൂ എത്രയാണ്? 11,000 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 11,000 ഡിവൈഡഡ് ബൈ നമ്മുടെ യൂണിറ്റുകൾ 1000 ആണ്. 11,000 ഡിവൈഡഡ് ബൈ 1000 എത്രയാണ് വാല്യൂ വരുന്നത്? 11 രൂപ. ഒരു യൂണിറ്റിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 11 രൂപ. നമ്മൾ ബൈ ചെയ്ത സമയത്ത് യൂണിറ്റിന്റെ വാല്യൂ എത്രയായിരുന്നു? 10 രൂപ. ഇപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? 11 രൂപ. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റിൽ എത്ര രൂപ ലാഭം? 1 രൂപ ലാഭം. അപ്പൊ നമ്മൾ ഈ 10 യൂണിറ്റുകൾ എടുത്തിരുന്നെങ്കിൽ നമുക്ക് 10 രൂപ ലാഭം ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ബൈ ചെയ്തതിന് ശേഷം ഫണ്ട് മാനേജർ ഈ ഫണ്ട് കൊണ്ടുപോയി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ കൂടുമ്പോൾ അതിന് ആനുപാതികമായിട്ട് നമ്മുടെ ഈ ഒരു ഫണ്ടിന്റെ വാല്യൂ കൂടും. 10,000 എന്നുള്ള ഫണ്ട് നിങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാനാണ് ഫണ്ട് മാനേജർ. ഞാൻ ഈ 10,000 കൊണ്ടുപോയി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ 10,000 എന്ന വാല്യൂ മാറി, അല്ലെങ്കിൽ വാല്യൂ കൂടി 11,000 ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ യൂണിറ്റുകൾ 1000 തന്നെ, സെയിം ആണ്, മാറ്റമൊന്നുമില്ല. 11,000 ഡിവൈഡഡ് ബൈ 1000, 11 രൂപയാണ് ഇപ്പോ ഒരു യൂണിറ്റിന്റെ വാല്യൂ.
ഈ യൂണിറ്റിന് പറയുന്ന പേരാണ് നെറ്റ് അസറ്റ് വാല്യൂ. നെറ്റ് അസറ്റ് വാല്യൂ എന്നാണ് യൂണിറ്റുകളെ, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളെ വിളിക്കുന്ന പേര്. ഈ പറഞ്ഞ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പം 11,000 ആയി എന്ന് ഞാൻ പറഞ്ഞു. നേരെ മറിച്ച് ഈ 10,000 എന്നുള്ള വാല്യൂ ഡൗൺ ആയി, മാർക്കറ്റിൽ ഈ വാല്യൂ കുറഞ്ഞു. അത് 10,000 എന്നുള്ളത് 9,000 ആയി എന്ന് വിചാരിക്കാം. നമ്മുടെ യൂണിറ്റുകൾ അപ്പോഴും സെയിം തന്നെയാണ്. 1000 യൂണിറ്റ് നമ്മുടെ അതിൽ മൊത്തം ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ 1000 യൂണിറ്റിന് നമ്മൾ 10,000 ആയിരുന്നു ആദ്യത്തെ വാല്യൂ. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എത്രയാണ്? 10,000 ആണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ 10,000 ആണ്. മൊത്തം 1000 യൂണിറ്റുകൾ ഉണ്ട്. അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? ജോവിൻ ബ്രോ, നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 10,000 ആണ്. നമ്മുടെ യൂണിറ്റുകൾ എത്ര ഉണ്ട്? 1000 ഉണ്ട്. അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? 10,000 ഡിവൈഡഡ് ബൈ 1000, 10 രൂപ. അത് ക്ലിയർ ആണോ ജോവിൻ? ഓക്കെ, 10,000 ആണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. ടോട്ടൽ 1000 യൂണിറ്റുകൾ ഉണ്ട്. ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്? 10 രൂപ. ഈ 10,000 രൂപ ഞാനാണ് ഫണ്ട് മാനേജർ. ഞാൻ ഇത് കൊണ്ടുപോയി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യാം. ഓക്കെ, ഇപ്പൊ അതിന്റെ വാല്യൂ 10,000 എന്നുള്ള വാല്യൂ മാറി 11,000 ആയി എന്ന് വിചാരിക്കാം. ഓക്കെ, മനസ്സിലായോ? 10,000 എന്നുള്ളത് 11,000 ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ യൂണിറ്റുകൾ എത്രയാണ്? അപ്പോഴും നമ്മുടെ യൂണിറ്റുകൾ അപ്പോഴും സെയിം തന്നെയാണ്. നമ്മുടെ യൂണിറ്റുകൾ 1000 യൂണിറ്റ് തന്നെയാണ്. നമ്മൾ ബൈ ചെയ്ത സമയത്തോടെ യൂണിറ്റിന്റെ വാല്യൂ എത്രയായിരുന്നു? 10 രൂപ. ഇപ്പൊ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എത്രയാണ്? 10,000 എന്നുള്ളത് മാറി 11,000 ആയിട്ടുണ്ട്. അപ്പൊ 11,000 ഡിവൈഡഡ് ബൈ 1000, 11 കിട്ടും. ആ 11 ആയിരിക്കും ഇപ്പൊ ആ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു യൂണിറ്റിന്റെ വാല്യൂ. നമ്മൾ ബൈ ചെയ്ത സമയത്ത് 10 ആയിരുന്നു, ഇപ്പൊ 11 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റിൽ എത്ര ലാഭം? 1 രൂപ ലാഭമാണ്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നേരെ മറിച്ച് ഇതിന്റെ വാല്യൂ 10,000 എന്നുള്ള വാല്യൂ കുറഞ്ഞ് 9,000 ആയി എന്ന് വിചാരിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യലോ. 11,000 എന്നുള്ളത്, സോറി, 10,000 എന്നുള്ളതിന്റെ വാല്യൂ കുറഞ്ഞ് 9,000 ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോഴും നമ്മുടെ യൂണിറ്റുകളിൽ മാറ്റം വരുന്നില്ല. നമ്മുടെ യൂണിറ്റുകൾ അപ്പോഴും 1000 യൂണിറ്റ് തന്നെയാണ്. അപ്പൊ 11,000 എന്നുള്ളത്, സോറി, 9,000 ഡിവൈഡഡ് ബൈ 1000 എത്രയാണ് വാല്യൂ വരുന്നത്? 9 രൂപ. അപ്പൊ നമ്മുടെ 10 രൂപക്ക് വാങ്ങിയിട്ടുള്ള ഒരു യൂണിറ്റിന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 9 അപ്പൊ നമുക്ക് ഒരു യൂണിറ്റിൽ 1 രൂപ നഷ്ടം. ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആണോ? മ്യൂച്വൽ ഫണ്ടിന്റെ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായോ? മ്യൂച്വൽ ഫണ്ടിൽ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പോലെ ഓരോ സെക്കൻഡിലൊന്നും വാല്യൂ മാറില്ല. മ്യൂച്വൽ ഫണ്ടിൽ വാല്യൂ മാറുന്നത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം, ഈ ഒരു കാൽക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം മിഡ് നൈറ്റിലായിരിക്കും ഇതിന്റെ വാല്യൂകളിൽ ചേഞ്ചസ് സംഭവിക്കുക. മ്യൂച്വൽ ഫണ്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? മ്യൂച്വൽ ഫണ്ട് എന്താ സംഭവിക്കുന്നത് മനസ്സിലായോ? എങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ എന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. നമ്മൾ ഈ ഫണ്ട് ബൈ ചെയ്യുമ്പോൾ ഫണ്ട് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു? ഇത് കൊണ്ടുപോയി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ അതിന്റെ വാല്യൂ കൂടുമ്പോൾ അതിന് ആനുപാതികമായിട്ട് നമ്മുടെ ഈ ഒരു ഫണ്ടിന്റെ വാല്യൂ കൂടും. ഇതാണ് മ്യൂച്വൽ ഫണ്ട്. ക്ലിയർ ആണോ? മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് ക്ലിയർ ആണോ? ഓക്കെ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. റിസ്ക് വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ അതുപോലെ തന്നെ റിട്ടേണും സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് കമ്പാരിറ്റീവ്ലി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ റിസ്ക് കുറവാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള റിട്ടേൺ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്പൊ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ ഷെയർ വാങ്ങിയാൽ ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ റിസ്ക് ഉണ്ടായിരിക്കുക. അതായത് ഞാൻ പറഞ്ഞു, ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയർ 2020 70 രൂപ വരെ വന്നതാണ്. ആ 70 രൂപന്റെ ഷെയർ ഇന്ന് 1022 1030 ആണ്. അപ്പൊ എത്ര ഇരട്ടി പ്രോഫിറ്റ് ഉണ്ട്? ഈ പറഞ്ഞിരിക്കുന്നത് പോലുള്ള പ്രോഫിറ്റ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. രഞ്ജിത്ത് ബ്രോ, മനസ്സിലായോ? അല്ല അല്ല അല്ല, ഫോറക്സ് എന്ന് പറയുമ്പോൾ അത് സെയിം കൺസെപ്റ്റ് അല്ല. അതിന്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് കറൻസികളാണ്, ഇവിടെ കമ്പനികളാണ്. നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആണെങ്കിലും ക്രിപ്റ്റോ ട്രേഡിംഗ് ശ്രദ്ധിക്കണം, ട്രേഡിംഗ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ സെയിം ആണ്. ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ആണ്. ടെക്നിക്കൽ അനാലിസിസ്
ഈ പറഞ്ഞിരിക്കുന്ന 3 മേഖലകളും സെയിം തന്നെയാണ്. നമ്മളെല്ലാ ഈ ടൂളുകൾ, പ്രൈസ് ആക്ഷൻ ടൂളുകൾ, ചാർട്ട് നോക്കിക്കൊണ്ടാണ് നമ്മൾ ട്രേഡുകൾ എടുക്കുക. അതൊക്കെ എല്ലാ സ്ഥലത്തും സെയിം തന്നെയാണ്, സെയിം കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റും ഫോറക്സ് മാർക്കറ്റും എന്തായാലും ഡിഫറൻസ് ആണ്, ഡിഫറെന്റ് ആണ്. രണ്ടും വ്യത്യസ്ത മാർക്കറ്റുകളാണ്. അത് കറൻസി മാർക്കറ്റ് ആണ്, ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. വേറെ ആർക്കെങ്കിലും ഇന്ന് എടുത്തത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. BSE ആണെങ്കിലും NSE ആണെങ്കിലും ഷെയറുകൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല, പ്രൈസുകൾ തമ്മിൽ. NSEയിലുള്ള ടാറ്റ മോട്ടോഴ്സും BSEയിലുള്ള ടാറ്റ മോട്ടോഴ്സും തമ്മിൽ ചെറിയ പൈസന്റെ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ NSEയിലുള്ള ഫെഡറൽ ബാങ്കും BSEയിലുള്ള ഫെഡറൽ ബാങ്കും തമ്മിൽ ചെറിയ പൈസകളുടെ മാറ്റമേ ഉണ്ടാവുള്ളൂ, വലിയ പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരിക്കില്ല. ഞാൻ പേഴ്സണലി ട്രേഡിംഗ് ചെയ്യാറുള്ളത് NSEയിലാണ്. വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് ഞാൻ നേരത്തെ വോളിയം എന്താന്ന് പറഞ്ഞല്ലോ, വോളിയം കൂടുതൽ വരുന്നത് NSEയിലായിരിക്കും. അതായത് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടക്കുന്നത് NSEയിലാണ്. BSE മോശമാണ്, അല്ലെങ്കിൽ BSEയിൽ റിസ്ക് ആണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത് NSEയിലാണ്. NSEയിൽ നിന്നുള്ള ഷെയറുകളാണ് ഞാൻ ബൈ ചെയ്യാറുള്ളത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആർക്കും സംശയമില്ല, എല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.